നമുക്കിന്ന് ഇരുമ്പുപുളിയും കാന്താരിമുളകും കൂടി അച്ചാറിട്ടാലോ? അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഇരുമ്പുപുളി, വെളുത്തുള്ളി, കാന്താരിമുളക്, ഉലുവ, കടുക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, എള്ളെണ്ണ, കായം. ഇനി നമുക്ക് തയ്യാറാക്കാം. അതിനാദ്യമായിട്ട് ഒരു ചട്ടി അടുപ്പിൽ വെക്കാം. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് ചട്ടി വേണമെങ്കിലും ഉപയോഗിക്കാം. മൺചട്ടി ചൂടായി കഴിഞ്ഞപ്പോൾ അതിലേക്ക് എള്ളെണ്ണ ഒഴിക്കാം. ആവശ്യത്തിന് എണ്ണ ഒഴിക്കാം. നമുക്ക് എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക്, 1 ടീസ്പൂൺ കടുക് മതി. അതിലേക്ക് ഒരു ശകലം ഒരു ടീസ്പൂൺ ഉലുവയും കൂടി ഇടാം. അത് നന്നായിട്ട് പൊട്ടണം. ഉലുവയും കടുകും കൂടെ നന്നായിട്ട് പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് വെളുത്തുള്ളി ചേർക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1 കുടം വെളുത്തുള്ളിയാണ്. പിന്നെ കാന്താരിമുളകും അതിലേക്ക് ചേർക്കാം. തീ കുറച്ച് വെക്കണം, അല്ലെങ്കിൽ നമ്മുടെ കാന്താരിമുളക് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. എന്നിട്ട് ഇളക്കി കൊടുക്കാം. ഇത് നന്നായിട്ട് മൂത്ത് വരണം. വെളുത്തുള്ളി ഒരു ചുവന്ന കളറൊക്കെ ആവും. അതുവരെ നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. സൂക്ഷിച്ച് നിൽക്കണം. നമ്മൾ കാന്താരിമുളകാണ് ഇട്ടേക്കുന്നത്, അത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം. ഇതിലേക്ക് നമുക്കിനിയും പൊടികളാണ് ചേർത്ത് കൊടുക്കേണ്ടത്. തീ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് അതിനകത്തോട്ട് പൊടികൾ ചേർക്കാം. ആദ്യമായിട്ട് നമുക്ക് മുളക് പൊടി ചേർക്കാം. മുളക് പൊടി, പിന്നെ മഞ്ഞൾപ്പൊടി. മുളക് പൊടി ഒരു 2 ടീസ്പൂണാണ് ഞാൻ എടുത്തിരിക്കുന്നത്. മഞ്ഞൾപ്പൊടി 1.5 ടീസ്പൂൺ എടുത്തു. കുറച്ച് കായപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം നമുക്ക്. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കാം. ഇളക്കിയതിന് ശേഷം നമുക്ക് തീ ഓണാക്കാം. തീ കത്തിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കണം. ഇളക്കി അത് മൂത്ത് വരണം. അതുവരെ നമുക്ക് ഒന്ന് ഇളക്കാം. പൊടികളുടെ ചെവയെല്ലാം മാറുന്നത് വരെ ഒന്ന് ഇളക്കിയിട്ട് തീ കുറച്ച് വെക്കണം. കുറച്ച് വെച്ച് ഇളക്കാവൂ, അല്ലെങ്കിൽ പൊടികൾ കരിഞ്ഞു പോവും സാധ്യതയുണ്ട്. എന്നിട്ടത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇരുമ്പുപുളി ചേർത്ത് കൊടുക്കാം. ഇരുമ്പുപുളി ചേർത്തിട്ട് അത് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. എല്ലായിടവും അത് പെരണ്ട് എല്ലാ ഇരുമ്പുപുളിയിലും ഉപ്പും പുളിയും എല്ലാം എരിയെല്ലാം ചെല്ലാൻ വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം നമ്മൾ തീ കുറച്ച് വെച്ചിരിക്കുകയാണ്. കുറച്ച് വെച്ചിട്ട് വേണം ഇളക്കാൻ, അല്ലെങ്കിൽ അടിയിൽ കിടക്കുന്ന പൊടികളൊക്കെ കരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഇത് നല്ല ടേസ്റ്റാണ് ഇതിന്, ഈ ഇരുമ്പുപുളിക്ക്. അത് നന്നായിട്ടൊന്ന് വാടി വരണം. അതുകൊണ്ട് നമ്മളിങ്ങനെ ഇളക്കി അതിനെ ഒന്ന് ചെറുതായിട്ട് വാട്ടിയെടുക്കണം. ഈ അച്ചാർ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കും. നല്ല ടേസ്റ്റാണ് ഇരുമ്പുപുളി അച്ചാർ. നിങ്ങളിതേപോലെ ഒന്ന് ചെയ്ത് നോക്കൂ.
നന്നായിട്ട് ഇളക്കിയതിന് ശേഷം തീ ഇച്ചിരി കൂട്ടി വെച്ചിട്ട് നമുക്ക് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് തീ ഓഫാക്കാം. അത് ചെറുതായിട്ടൊന്ന് വാടി വന്നാൽ മതി. തീ ഓഫാക്കിയിട്ട് നമുക്ക് ചൂടാറാൻ വെക്കാം. ചൂടാറി കഴിയുമ്പോൾ അത് നമുക്കൊരു കുപ്പിക്കകത്ത് ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. നിങ്ങളിനിയും എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തി കമൻ്റ് ഇടുക. ഇനിയും പുതിയ പുതിയ വീഡിയോസുകളുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. നമ്മളിനിയും ഇത് ചൂടാറി കഴിയുമ്പോൾ ഒരു കുപ്പിക്കകത്തേക്ക് മാറ്റും. കുപ്പിക്കകത്ത് മാറ്റി അത് സൂക്ഷിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റുള്ള നല്ല ഇരുമ്പും പുളിയാണ്. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കി നോക്കിയിട്ട് എനിക്ക് കമൻ്റ് ഇടണം. നല്ല ടേസ്റ്റാണ്. ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഈ ഇരുമ്പും പുളി. അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഞാൻ പുതിയ പുതിയ വീഡിയോകളുമായി വീണ്ടും വരുന്നതായിരിക്കും.